കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് നീ എന്താണ് ആറാട്ട് ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ടുള്ള സമാധി കേസിനെ പറ്റി സംസാരിക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ചെയ്യാതിരുന്നത് എന്താ വെച്ചാൽ ഓൾറെഡി എല്ലാവരും നമ്മുടെ മീഡിയ 24 മണിക്കൂറും നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള വലിയ വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സും എല്ലാ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് ഇപ്പം എവിടെ നോക്കിയാലും ഗോപൻ സ്വാമി സമാധി ആ വീട്ടുകാരുടെ ഡ്രാമയുള്ളൂ. അപ്പം ഇനി ഞാനെന്ത് സംസാരിക്കാനാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കമൻറ്റ് ബോക്സ് വന്നിട്ട് ഞാൻ സംസാരിക്കുന്ന കേൾക്കാനും കുറേ ആൾക്കാരുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞത്. സന്തോഷം, എനിക്ക് ആ കാര്യത്തിൽ സന്തോഷമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ ആറാട്ട് ഗോപൻ സ്വാമിയും അവരുടെ ഫാമിലിയും അവരുടെ ഡ്രാമയൊക്കെ നമ്മൾ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരമപൂച്ചയേ ഉള്ളൂ. ഇമാതിരി ഈ കാലഘട്ടങ്ങളിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ആലോചിക്കാൻ നേരത്തെ കഷ്ടം തോന്നുന്നു എന്നുള്ളത് മാത്രമാണ് ആദ്യം എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ സമാധി കേസ് എന്നൊക്കെ പറയുന്ന നേരത്ത് നമ്മുടെ സ്റ്റേറ്റ് അറിഞ്ഞിരിക്കണം എന്ത് സംഭവമാണെന്നുണ്ടെങ്കിൽ. ഒരാൾ മരണപ്പെട്ടു, അയാളെ പിടിച്ച് ഉള്ള ഭസ്മവും കർപ്പൂരവും ഒക്കെ ഇട്ടിട്ട് കോൺക്രീറ്റിനകത്ത് അങ്ങ് വെച്ചിരിക്കുകയാണ് വീട്ടുകാർ. ഇത് നാട്ടിലൊരു സിസ്റ്റം ഉണ്ട്, ഇവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം, അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ വേറെ ഏതോ യൂണിവേഴ്സിറ്റി ജീവിക്കുന്ന പോലെ കുറച്ച് മനുഷ്യർ ഇവരുടെ കോപ്രായങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മച്ചിയൊക്കെ കിടന്ന് കാറിക്കൂവി ബഹളം വെച്ച് എന്തൊക്കെ സംഭവമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 മക്കളുണ്ട്, 2 മക്കൾ. ഇവർ കാണിക്കുന്ന കലാപരിപാടി അതും പോരാഞ്ഞിട്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെ മുകളിലേക്ക് ഇത് കൊണ്ടിടുക. ഇതിനകത്ത് മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു എന്നുള്ളതൊന്നുമല്ല. അല്ലെങ്കിൽ മുസ്ലിങ്ങളിലാണ് ഞങ്ങൾക്കിട്ട് പണി തന്നതെന്നൊക്കെ പല തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇളയ മകനാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റാണെന്നൊന്നും കാര്യമില്ല. ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കായിരിക്കും ഇതിപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. എന്ത് വിവരമൊക്കെയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഹിന്ദുക്കളുടെ ഒരു എന്താണ് വികാരം എന്നറിയാമല്ലോ. അപ്പം ഞാൻ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ യുക്തിവാദിയുടെ ഒരു ചാനലുണ്ട്. ആ ചാനലിൽ പോയി നോക്കാൻ നേരത്ത് മഹാഭൂരിപക്ഷം സംഘികളാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്നാണ് ആൾക്കാരെല്ലാം പറയുന്നത്. അപ്പം അതിനകത്തൊരു തീവ്ര ഹിന്ദുക്കളുടെ ഒരു നിലവാരവും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രതിഷേധം അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് ഞാൻ പോയി നോക്കിയപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആരിഫ് ഹുസൈൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സ്വാമിയുടെ വിഷയത്തിൽ. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തീവ്രവാദത്തിൽപ്പെടുന്ന ഹിന്ദുക്കൾ പോലും ഈ സ്വാമിയുടെ കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ള രീതിയിൽ അഭിപ്രായം തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന മഹാഭൂരിപക്ഷം മനുഷ്യരും ഇമ്മാതിരി തെമ്മാടിത്തരങ്ങളെയോ വിവരക്കേടുകളെയോ ഒന്നും അംഗീകരിക്കുന്നവരല്ല. എൻ്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്റ്റേറ്റ് എത്രയും പെട്ടെന്ന് കല്ലറ പൊളിച്ച്, ഇന്നത് അവിടെ പൊളിക്കുന്നുണ്ട്, കല്ലറ പൊളിച്ച് അതിനകത്തൊരു കൊലപാതകമാണെന്നുണ്ടെങ്കിൽ ആ ടീമിനെ ഫുള്ള് പൊക്കിയെടുത്ത് അകത്തിടണം എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഇത് വേറെ യൂണിവേഴ്സൊന്നുമല്ല. ഒരു ഭക്തി എന്നുള്ള പേരിൽ ഇവരുടെ ഒരു കോട്ട ഉണ്ടാക്കി അതിനകത്ത് ഇന്ന് കലാപരിപാടി കാണിക്കാനും ഇതെന്തോന്ന് മതരാജ്യം വല്ലതും അല്ല. ഈ രാജ്യത്തൊരു നിയമമുണ്ട്. കാടൻ നിയമമുള്ള ഒരു രാജ്യമൊന്നുമല്ല ഇത്, അല്ലെങ്കിൽ വെറും പ്രാകൃത നിയമമുള്ള രാജ്യമൊന്നുമല്ല ഇത്. അത്യാവശ്യം ബോധവും വിവരമുള്ള ആൾക്കാർ എഴുതി വെച്ച നിയമമുള്ള രാജ്യമാണ്. അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവന്മാർ ജീവിച്ചാൽ മതി ഈ രാജ്യത്ത്. മനസ്സിലായില്ലേ? അതനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ ജീവിച്ചാൽ മതി ഈ രാജ്യത്ത്. അല്ലെന്നുണ്ടെങ്കിൽ എവിടെയും പോയിക്കോ. ഇതാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. അതല്ലാതെ ഇമാതിരി സ്വാമിമാരെ സപ്പോർട്ട് ചെയ്യാനൊന്നും നമ്മൾ ഇരിക്കുകയല്ല. കമൻ്റ് ഇട്ട ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മതം തിന്നാനും, ഉച്ചയ്ക്ക് മതം തിന്നാനും, വൈകിട്ട് മതം തിന്നാനും, ജീവിതത്തിലും എല്ലാത്തിലും മതം കുത്തിക്കയറ്റി ജീവിക്കാനൊന്നും നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? അതല്ലാതെ മതം വേണോ രാജ്യം വേണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രാജ്യം വേണമെന്നേ പറയത്തുള്ളൂ. അതല്ലാതെ മതം വേണം എന്ന് പറയുന്ന മതപ്പൊട്ടനൊന്നുമല്ല ഞാൻ. കൃത്യമായില്ലേ നിങ്ങൾക്ക്? മതപ്പൊട്ടനൊന്നുമല്ല ഞാൻ. എല്ലാ കാര്യത്തിനകത്തും മതം കുറ്റിക്കയറ്റി ജീവിക്കുന്ന ഒരു മനുഷ്യനെ അല്ല നമ്മളാരും. ഇമാതിരി ആസാമി ടീമുകളെയൊക്കെ കാണാൻ നേരത്ത് പരമപുച്ഛം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പരമപുച്ഛം. ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു കാട്ടുതീ വന്നു കഴിഞ്ഞാൽ അവിടെയും പോയി മതം കുത്തിക്കയറ്റി പ്രതികരിക്കാനിരിക്കുന്ന മനുഷ്യരേ അല്ല നമ്മളാരും. അത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നതെന്നായിരിക്കും. കുറേ ആൾക്കാർ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ എൻ്റെ അഭിപ്രായം തിരക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മതം വേണോ രാജ്യം വേണോ? സിമ്പിളാണ് ഞാൻ പറഞ്ഞത്. മതം വേണോ രാജ്യം വേണോ? രാജ്യം വേണം. രാജ്യത്തൊരു നിയമമുണ്ടോ അത് അംഗീകരിക്കണം. അത് ഏത് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അംഗീകരിച്ചാണോ. മനസ്സിലായില്ലേ? അതല്ലാതെ എനിക്ക് മതനിയമം വേണം, എനിക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ രാജ്യത്ത് നടത്തേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മതപരമായി ഇതേ ഞങ്ങൾ ചെയ്യൂ എന്നൊക്കെ ഈ ആസാമി പറഞ്ഞാലും പോയി വേറെ പണി നോക്ക് എന്ന് പറയാനുള്ള ആർജവമൊക്കെ നമുക്കുണ്ട്. മനസ്സിലായില്ലേ? അത് ഏത് ആസാമിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതുപോലെ ആസാമിയുണ്ട്, മറ്റു മതത്തിൽപ്പെടുന്ന ആൾക്കാരുമുണ്ട്. ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് വരുന്നത്. അല്ലാതെ ഉടായിപ്പ് രീതിയിൽ ഒരു സൈഡിൽ നമ്മൾ എല്ലാ മതത്തിൻ്റെയും സംഭവം വിഴുങ്ങിയിട്ട് മറ്റേ സൈഡിൽ വന്നിട്ട് ഇതുകൊണ്ട് അനാചാരം എന്ന് പറയുന്ന കലാപരിപാടി എനിക്കില്ല. എനിക്കങ്ങനെ ഒരു കലാപരിപാടിയേ ഇല്ല. അനാചാരമാണ്, വിവരക്കേടാണ്. കാര്യം മനസ്സിലായി?
അപ്പം അതാണ് നമ്മുടെ അഭിപ്രായം. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. മതം വേണോ രാജ്യം വേണോ? മതം വേണോ രാജ്യം വേണം? നിങ്ങൾക്ക് ചിലപ്പോൾ ആലോചിക്കേണ്ടി വരുമായിരിക്കും. എൻ്റെ അഭിപ്രായം എനിക്കെൻ്റെ രാജ്യം മതി. ഈ രാജ്യം നിലനിന്നാലേ എനിക്ക് സ്വാതന്ത്ര്യത്തോട് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നല്ല ഭരണഘടനയുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ രാജ്യം മതി. ഈ രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമം ഗോപൻ സ്വാമിയുടെ സമാധി കേസിൽ നടപ്പിലാക്കണം. ഈ മാതിരി ആസാമി പരിപാടിയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ നേരത്ത് എന്ത് പ്രാകൃതമാണ് എന്ന് പറയാൻ രണ്ടാമത് എനിക്ക് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രാകൃതമായ കാര്യങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് അത് അംഗീകരിച്ചിട്ട് അത് ജീവിതത്തിലും പുലർത്തിയിട്ടാണ് എന്നോട് വന്നിട്ട് ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ ഡയലോഗ് അടിക്കുന്നത്. പക്ഷേ ആൾ മാറിപ്പോയി കേട്ടോ. എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്ന ടപ്പ എന്ന് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.